കാലം മാറുന്നത് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചു മുന്നേറാൻ തദ്ദേശീയ ജനവിഭാഗത്തെ പ്രാപ്തരാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഒ.ആർ. കേളു അഭിപ്രായപ്പെട്ടു. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ അട്ടപ്പാടിയിൽ തുടങ്ങിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഷോളയൂർ വട്ടലക്കി ഫാമിംഗ് സൊസൈറ്റിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയുടെ തകർച്ച തദ്ദേശീയ ജനതയുടെ തൊഴിലും വരുമാനവും ഇല്ലാതാക്കി. ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും ശിശുമരണവും ഉൾപ്പെടെ സംഭവിക്കാനിടയാക്കി. സർക്കാരിന്റെ ഇടപെടലിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. പുതിയ കാലത്ത് പുതിയ തൊഴിലുകൾ ആവിഷ്കരിക്കേണ്ടി വന്നു. ഇതിന്റെ ഭാഗമായാണ് അപ്പാരൽ പാർക്കും പാരമ്പര്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും തുടങ്ങുന്നത്. പുതിയ രീതികൾ പരിചയപ്പെടാൻ സമയമെടുക്കും. പുതുതലമുറയ്ക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകി പൊതുസമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും ഇതിനായി പട്ടിക വിഭാഗങ്ങൾ തയ്യാറെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. എൻ ഷംസുദ്ദീൻ എം.എൽ.എ. അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ മരുതി മുരുകൻ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രേണുരാജ്, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ഷോളയൂർ പഞ്ചായത്ത് അധ്യക്ഷൻ പി രാമമൂർത്തി, അഗളി പഞ്ചായത്ത് അധ്യക്ഷ അംബിക ലക്ഷ്മണൻ, പുതൂർ പഞ്ചായത്ത് അധ്യക്ഷ ജ്യോതി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മാത്യു, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു.